നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരുടെ കാര്യ വിശാൽ സാർ ഈ പറയുന്നേ? എന്റെ ഒരു ഫ്രണ്ടിന്റെ. ആ, അതാരാണെന്ന് എനിക്കറിയാം. വന്ദനയല്ലേ? വന്ദനയുടെ കല്യാണം നടക്കോ ഇല്ലയോന്ന് എന്നോട് ചോദിക്കണ്ട. ആ കഥ ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് കാണാം. നമ്മുടെ സ്വന്തം സി കേരളം ചാനലിൽ. മാനത്തെ കൊട്ടാരം. എന്നാലേ അത് കണ്ടിട്ട് തന്നെ കാര്യം. നിങ്ങളും കാണണം. ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 7 മണിക്ക് മാനത്തെ കൊട്ടാരം. പാർവതി, താനെന്തിനാ ഇന്ന് പല്ലവിയെ തല്ലിയത്? എന്താ കാരണം? സർ, അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെ. ചേച്ചി എന്നും അവളുടെ രക്ഷകർത്താവെന്ന നിലയ്ക്കും എനിക്കത് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മരുമകളായി കഴിയുമ്പോൾ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ട മര്യാദ ഞങ്ങൾക്കുണ്ട്. അതുപോലെ മാന്യതയോടെയും അച്ചടക്കത്തോടെയും വേണം ഇവിടെ ജീവിക്കേണ്ടത്. അത് ഞങ്ങളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതെല്ലാം മറന്നുകൊണ്ടാ പല്ലവി ഇന്ന് പെരുമാറിയത്. അവൾ ഇവിടുത്തെ മരുമകളായിട്ട് മാസം 4 തികച്ചില്ലല്ലോ. അതിനിടയ്ക്ക് സ്വത്ത് വീതം വെച്ച് തരണം പോലും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ വഴി നോക്കൂന്നൊക്കെ പറയുന്നത് ശരിയാണോ? സ്വത്ത് വീതം വെച്ച് കിട്ടാൻ വേണ്ടി വഴക്കിടുന്നത് അഭിമാനത്തിന് ചേർന്നതാണോ? അത് അന്തസ് കേടല്ലേ? പുറത്തുനിന്ന് ആരെങ്കിലും ഇത് കേട്ടാ അവരീ കുടുംബത്തെക്കുറിച്ച് എന്ത് കരുതും? ദൈവമ്മയ്ക്ക് ഇത് സങ്കടാവില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ സ്വത്തിന്റെ അവകാശം ചോദിക്കാൻ അവക്ക് എന്ത് അധികാരം ഉള്ളത്? വിപിന് ചോദിക്കാം. പല്ലവി അവളെ നിലമറന്നാ പെരുമാറിയത്. അതുകൊണ്ടാ സഹിക്കാൻ വയ്യാതെ ഞാൻ അവളെ തല്ലിയത്. ഞാൻ അവളെ എന്തിനു തല്ലിയതെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അവളെ തല്ലിയതിന് ശേഷമുള്ള എന്റെ വിഷമം അത് സാറിന് അറിയില്ലല്ലോ. എന്റെ നെഞ്ച് നീറുവാ. അവളെ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലി വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് വലിയ പ്രയാസ. ഞാൻ അവളെ. തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംഭവിച്ചു പോയില്ലേ, വിട്ടുകളയ. ഈ വീട്ടിലെ സകല പണികളും എടുത്ത് ഈ കൈ മരം പോലെയായി. അതൊന്നും സാരമില്ല സർ. സാരമുണ്ട്. ഈ കൈ പൂ പോലെ മൃദുലമായിരിക്കണം. ഇവിടെ താൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ സർ. തന്നെ എന്റെ ഭാര്യയായി കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണല്ലോ. സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ സുഹൃതമാണ് സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.